ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാൾ ഡിസൈനുകളെ കുറിച്ചാണ്. ഇൻറ്റീരിയർ വർക്കിലെ വാൾ ഡിസൈനുകളെ കുറിച്ചാണ്. മിക്ക വീടുകളിലും വർക്കിനായി ചെല്ലുമ്പോൾ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം വളരെ മനോഹരമായ അടിപൊളി ഡിസൈനുകളിലൊക്കെ ഉണ്ടാക്കും. എന്നാൽ ഈ വർക്കുകൾ വരുന്ന ഭാഗത്ത്, ഈ വർക്കുകളുടെ ബാക്ക് വശത്ത്, വർക്കുകൾ ചെയ്യുന്ന സ്ഥലത്ത് ഭിത്തിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് മിക്ക ആളുകൾക്കും വലിയ ധാരണ മിക്കവർക്കും ഉണ്ടാകാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. നമ്മൾ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുമ്പോൾ അത് TV യൂണിറ്റ് ആകട്ടെ, വാഷ് കൗണ്ടറുകളാകട്ടെ, അതേപോലെ ലിവിങ് ഏരിയയിൽ ചെയ്യുന്ന ഏത് ഡിസൈനുകളാകട്ടെ, അതിൻ്റെ എല്ലാം വാളിൽ, ഭിത്തിയിൽ കുറച്ച് വർക്കുകൾ കൂടി കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ആ ഇൻറ്റീരിയർ വർക്കിൻ്റെ മുഴുവൻ ഭംഗി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ആ വർക്കിൻ്റെ പൂർണ്ണത ലഭിക്കണമെങ്കിൽ ഇത്രയും വർക്കുകൾ കൂടി അത്യാവശ്യമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റീൻ ഇൻറ്റീരിയേഴ്സ് എന്നാണ് ഈ ചാനലിൻ്റെ പേര്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ, വീട് കൊച്ചി. ലിവിംഗ് റൂമിൽ നമ്മൾ TV യൂണിറ്റുകൾ പണിയുമ്പോഴോ ക്രോക്കറി യൂണിറ്റുകൾ പണിയുമ്പോഴോ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന ആ വർക്കിൽ, ഇൻറ്റീരിയർ വർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, ഭിത്തിയിൽ ഡിസൈൻ വർക്കുകൾ കൊടുക്കണം. അത് പല രീതിയിൽ കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ അതിനെല്ലാത്തിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇപ്പോൾ TV യൂണിറ്റിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇരുവശങ്ങളിലുമായി PVCയുടെ പാനലുകൾ, വുഡൻ പാനലുകൾ വാങ്ങിക്കുവാൻ കിട്ടും. അത് ഇരുവശങ്ങളിലുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന യൂണിറ്റിൻ്റെ ഭംഗിയെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ TV വരുന്ന ഭാഗത്ത് ടെക്സ്ചർ വർക്കുകൾ കൊടുക്കാം. അത് പല രീതിയിൽ, പല ഡിസൈനുകളിൽ കൊടുക്കാം. നല്ല കളർഫുള്ളായ പെയിൻറ്റിങ്ങുകൾ കൊടുക്കാം. വളരെ മനോഹരമായ പാനലിങ്ങുകൾ കൊടുക്കാം. ഇത്തരത്തിൽ ഉള്ള വർക്കുകൾ നമ്മൾ TV യൂണിറ്റിലോ അല്ലെങ്കിൽ ക്രോക്കറി യൂണിറ്റിൻ്റെയോ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ TV യൂണിറ്റിൻ്റെ ബാക്ക് വശത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ടെക്സ്ചർ വർക്കാണ്. സിമ്പിൾ വർക്കാണത്. അടിയിലൊരു കബോർഡ്, അതായത് നമ്മുടെ സെറ്റ് ബോക്സ് വരേണ്ടതിനും അതിൻ്റെ വയറുകൾ, കേബിളുകൾ വരേണ്ടതിനും, അതേപോലെ അത്യാവശ്യം നമ്മളുടെ റിമോട്ട് അങ്ങനെയുള്ള ഐറ്റംസ് സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഡ്രോയറിൻ്റെ യൂണിറ്റും വരുന്ന ഒരു കബോർഡ് യൂണിറ്റും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലുമായി, ഇരുവശങ്ങളിലുമായി ഒരു 2 പാനലുകൾ, ഓരോ പാനലുകളാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഒരടി വീതിക്ക് 30 സെൻറ്റിമീറ്റർ വീതിയിലുള്ള പാനലുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ചുമ്മാ ഒട്ടിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ടെക്സ്ചർ വർക്കുകൾ ചെയ്യുക, അതിൻ്റെ ഉള്ളിലേക്ക് TV സെറ്റ് ചെയ്യുക. സിമ്പിൾ വർക്കാണ്, ചിലവ് കുറവാണ്. എന്നാൽ ഇത്തരം വർക്കുകൾ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു യൂണിറ്റിന് വളരെ ഭംഗി കിട്ടുകയുള്ളൂ. സാധാരണ TV യൂണിറ്റ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു TV ഇൻറ്റീരിയറിൻ്റെ വർക്ക് മാത്രമേ ഉള്ളൂ. ആ വർക്കിന് 10 മടങ്ങ് ഭംഗി കൂട്ടുവാൻ ഇത്തരം വർക്കുകൾ അതിനെ സഹായിക്കും.
അതുപോലെ ലിവിങ് ഏരിയയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ക്രോക്കറിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അടിഭാഗത്തായി ചെയ്തിരിക്കുന്ന ഒറ്റ ഒരു കബോർഡ് മാത്രമേ ഉള്ളൂ, ചെറിയൊരു കബോർഡ്. ബാക്കിയെല്ലാം വാൾ പാനലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിന് അതിമനോഹരമായ രീതിയിൽ ലൈറ്റുകൾ കൊടുക്കണം. ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ വളരെ മനോഹരമായ ലൈറ്റുകൾ കൊടുത്താൽ ഈ വർക്കിന് 10 മടങ്ങ് ഭംഗി കൂടും. ഇപ്പോൾ ഭിത്തിയിൽ ഹാഫ് പാർട്ടീഷനാണ് കൊടുത്തിരിക്കണം. അത് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഭിത്തിയിൽ അഴുക്ക് പിടിക്കാതിരിക്കാൻ എപ്പോഴും നിരന്തരം ഉപയോഗിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഒരു 1 മീറ്റർ പൊക്കത്തിലുള്ള ഭാഗം ഫ്ലോറിൽ നിന്ന്. ഈ ഭാഗത്ത് ഹാഫ് പാർട്ടീഷനുകൾ കൊടുക്കുകയാണെങ്കിൽ വാൾ പാനലിങ്ങുകൾ തടി കൊണ്ടോ അല്ലാതെയുള്ളോ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഉപയോഗിക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ഭിത്തി അഴുക്കാകാതെ സൂക്ഷിക്കാൻ സാധിക്കും. കാരണം കുട്ടികൾ ഉള്ള വീടുകളാണെങ്കിൽ സെറ്റുകൾ ഉള്ള സമയത്ത് സെറ്റുകളിൽ ഇരിക്കുമ്പോൾ അവരുടെ കൈ പിടിക്കുവാനും അല്ല തലയിലെ എണ്ണ ഭിത്തിയിൽ മുട്ടുവാനും അങ്ങനെ പല പല രീതിയിൽ ഭിത്തി അഴുക്കാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് ഒരു പരിധി വരെ ഇത്തരം പാനലിങ്ങുകൾ റൂമിൻ്റെ ഭിത്തികളുടെ ഭംഗി നിലനിർത്തും. ടി വി യൂണിറ്റുകൾക്ക് ടെസ്റ്റർ വർക്ക് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പാനലിങ്ങുകൾ കൊടുക്കുക, വാൾ പാനലുകൾ, അത് വിനീറായിട്ടോ മൈക്കയായിട്ടോ അതല്ലെങ്കിൽ വാങ്ങിക്കാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന പാനലുകളായിട്ടോ എല്ലാം നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. ഇതൊരു വാഷ് കൗണ്ടറാണ്. ഈ വാഷ് കൗണ്ടറിൻ്റെ പുറകുവശത്ത് ഒട്ടിച്ചിരിക്കുന്നത് ക്ലാഡിംഗ് ടൈലുകളാണ്. നമുക്ക് അത്തരത്തിൽ ഉപയോഗിക്കാം ടൈലുകൾ. അത് സാധാരണ ടൈലല്ല, ക്ലാഡിംഗ് ടൈലുകളാണ്. ഇത്തരത്തിലുള്ള ടൈലുകൾ നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ സാധിക്കും. ടി വി യൂണിറ്റിലോ വാഷ് കൗണ്ടറിലോ ക്രോക്കറി യൂണിറ്റോ എവിടെയും ഇത്തരത്തിലുള്ള ടൈലുകൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ സാധിക്കും. അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും. നമ്മൾ വീടിൽ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാൻ. നമ്മളല്ലാതെ ഈ കബോർഡുകൾ മാത്രം ഇൻറ്റീരിയർ വർക്ക് മാത്രം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ഭംഗി മാത്രമേ കിട്ടുകയുള്ളൂ. 10 മടങ്ങ് നമ്മൾ ചെയ്യുന്ന ചെറിയ വർക്കുകൾ മാത്രം ഇൻറ്റീരിയർ ചെയ്തുകൊണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇത്തരം വർക്കുകൾക്ക് പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ കോസ്റ്റ് വളരെ കുറയും. എന്നാൽ നമ്മുടെ ഉപയോഗത്തിനുള്ള ഇൻറ്റീരിയർ ആവുകയും ചെയ്യും. ഇപ്പോൾ ഈ കാണുന്ന പണികളെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള വർക്കുകളാണ്. ഈ രീതിയിൽ നമ്മുടെ വീടിൻ്റെ ഉൾഭാഗത്ത് ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെയുള്ള വാൾ ഭിത്തിയിൽ ഡിസൈനുകൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. ഈ ടി വി യൂണിറ്റ് ഒന്ന് ശ്രദ്ധിച്ചോ, സിമ്പിൾ വർക്കാണ്. അവിടെ എല്ലാം പാനലിങ്ങുകൾ കൊടുത്തിട്ട് ലൈറ്റുകൾ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ സെൻട്രലായിട്ട് ടി വിയും പിടിപ്പിച്ചിരിക്കുന്നു. ഒത്തിരി അടിപൊളിയായിട്ടുള്ള ഡിസൈനുകൾ ചെയ്യുന്നതിന് പകരമായിട്ട് ഇതേപോലുള്ള സിമ്പിൾ ഡിസൈനുകളും സിമ്പിൾ വാൾ പാനലിങ്ങുകളും ടെസ്റ്റർ വർക്കോ അതുപോലെയുള്ള വാൾ പാനലിങ്ങുകളും കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും നമ്മുടെ വീടിന് കിട്ടുക. എൻ്റെ ഈ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻറ്റീരിയർ സംബന്ധമായ എല്ലാ വിവരങ്ങളുമാണ്. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു കടയിൽ പോകുമ്പോൾ ഒരു കടയിൽ നിന്ന് എല്ലാ സാധനങ്ങളും നമുക്ക് ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ കടയിലായിരിക്കും പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു വീട് സംബന്ധമായ എല്ലാ വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഒരു വീടിന് എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമുള്ളത്, ആ കാര്യങ്ങളെല്ലാം എൻ്റെ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീട് പണിയുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും, വീട് റിനോവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതൊരാൾക്കും ഈ ചാനൽ ഏറ്റവും അധികം ഉപകാരപ്പെടുന്നതാണ്. അതേപോലെ മരപ്പണികൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അത് ആണെന്നോ പെണ്ണെന്നോ ഇല്ല, ഏതൊരാൾക്കും മരപ്പണി സംബന്ധമായ എല്ലാ വിവരങ്ങളും ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുവാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഞാൻ സഹായിക്കുന്നതാണ്. ഇൻറ്റീരിയൽ സംബന്ധമായ വർക്കുകൾ നമ്മുടെ വീടുകളിൽ ചെയ്യുമ്പോൾ അത് ലിവിങ് റൂമിലാണ് പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും ഭംഗിയായ രീതിയിൽ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്നത്. TV യൂണിറ്റുകൾ ചെയ്യുമ്പോൾ അതിന് വാൾ ഡിസൈനുകൾ വളരെ മനോഹരമായിട്ട് തന്നെ കൊടുക്കണം. അതേപോലെ ക്രോക്കറി യൂണിറ്റുകൾ ചെയ്യുമ്പോൾ അവിടെ വളരെ ഭംഗിയായിട്ട് തന്നെ വാൾ ഡിസൈനുകൾ കൊടുക്കാൻ ആ വർക്കിന് ഒത്തിരി 10 മടങ്ങ് ഭംഗിയായിരിക്കും. അതേപോലെ ബെഡ്റൂമിൽ വാൾ ഡിസൈനുകൾ കൊടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂം ഒരുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.